അല്പം ഭക്ഷണവുമായി പള്ളിയിലേക്ക് അങ്ങോട്ട് ചെന്നതും, രണ്ടാമത്തേത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നബിതങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചതുമാണ്. രണ്ടാമത്തെ താരീഖാണ് ഞാൻ പറയുന്നത്. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹുവിന്റെ ബുർദ ബൈത്തിന് മുഹമ്മദ് അഖ്തർ റളാഖാൻ എഴുതിയ അൽ വർദ എന്ന ഒരു ശറഹുണ്ട്. ആ ശറഹിലാണ് ഞാൻ ഈ പറയുന്ന താരീഖ് കാണാൻ കഴിയുക. മഹാനായ സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി തങ്ങളെ വീട്ടിലേക്ക് ഒരു ഭക്ഷണത്തിന് ക്ഷണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. ഭാര്യയോട് ചോദിച്ചു, സഹധർമ്മിണി, ഇവിടെ എന്തേലും ഭക്ഷണമായിട്ടുള്ള ഉണ്ടോ, നബി തങ്ങളൊന്ന് വിളിക്കാൻ? ഭാര്യ പറഞ്ഞു, ഇവിടെ കൂട്ടിൽ ഒരാട്ടിൻ കുട്ടിയും അല്പം ഗോതമ്പ് മാവുമുണ്ട്. ഗോതമ്പ് മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കാനും ആടിൻ കുട്ടിയെ അറുത്ത് കുറുമയുണ്ടാക്കാനും തീരുമാനിച്ചു. കുറുമ എന്നുള്ള പേരൊക്കെ ഞാൻ പറഞ്ഞതാണ്. അന്ന് കുറുമ ഉണ്ടായിരുന്നോ എന്നൊന്നും ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല എന്നാണ്. കഥ പറയുമ്പോഴുള്ള ചൊർക്ക്, അതാണ് ഈ കുറുമ എന്നൊക്കെ പറയണത്. കുറുമ ഉണ്ടാക്കാനും തീരുമാനിച്ചു. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ ആടിനെ കറുത്ത് തോലൊക്കെ പൊളിച്ച് കഷ്ണൊക്കെ വെട്ടി ഭാര്യന്റെ അടുത്ത് കുറുമ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത് ഗോതമ്പ് മാവ് കൊഴിച്ച് റൊട്ടി ചുടാൻ വേണ്ടി തുടങ്ങി. സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ പോയി നബി തങ്ങളോട് പറഞ്ഞു, പുന്നാര നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളും വളരെ പ്രധാനപ്പെട്ട 1-2 ആളുകളും ഒന്ന് വീട്ടിൽ വരണം, അല്പം ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷണം സ്വീകരിച്ചു. അങ്ങനെ വീട്ടിൽ ഇങ്ങനെ പോവുകയാണ്. വഴിയെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. എവിടേക്കാ നിങ്ങൾ പോണതെന്ന് ചോദിച്ചു. ജാബിറിന്റെ വീട്ടിലൊരു സൽക്കാരുണ്ട്, അങ്ങോട്ടാണ് പറഞ്ഞു. ആയിക്കോട്ടെ, സൽക്കാരത്തിനൊക്കെ പോയിക്കോളി, പക്ഷെ ഒരു നിബന്ധന ഉണ്ട് പറഞ്ഞു. എന്താ നിബന്ധന എന്ന് ചോദിച്ചു. ജാബിറിന് 2 ആൺകുട്ടികളുണ്ട്, ഓലൊപ്പം ഭക്ഷണം കഴിച്ചാൽ മതി, ഒറ്റക്ക് കഴിക്കരുത് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴേക്കും ഒരു സംഭവം ഉണ്ടായി. ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ അറുക്കുന്നത് 2ാമത്തെ കുട്ടി കണ്ടു. കാലൊക്കെ കൂട്ടി കെട്ടിയിട്ട് ആടിനെ അറുത്തു. മൂത്ത കുട്ടി കളിക്കാൻ പോയതായിരുന്നു. ഇക്കാക്ക കളി കഴിഞ്ഞ് വന്നപ്പോ 2ാമത്തവൻ ചോദിച്ചു, ഇക്കാക്ക, വാപ്പ എങ്ങനെയാ ആടിനറുത്തതെന്ന് നീ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ലായിരുന്നു. ഞാൻ കണ്ടു, എനിക്ക് ഞാൻ കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അങ്ങനെ മൂത്ത കുട്ടിയെയും കൂട്ടി വീടിന്റെ മുകളിലേക്ക് പോയി. മുകൾ എന്നുള്ളതിന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി തട്ടിന്റെ മേലക്ക് നർത്തം വെക്കുക. അന്ന് തട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ നേരത്തെ മാതിരിയാണ് ആ സംഭവം. ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവർക്കും ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ വീടിനൊക്കെ തട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് താരിഖിലുള്ളത്. അപ്പൊ തട്ടുണ്ട്, പക്ഷെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീടിനുണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് മുകൾ എന്തായാലും തൽക്കാലം നമ്മൾ തട്ടിന്റെ മേലക്ക് നർത്തം വെക്കുക. തട്ടിന്റെ മേലക്ക് കൊണ്ടുപോയി. എന്നിട്ട് വാപ്പ ആടിനറുക്കാൻ വേണ്ടി ചെയ്ത പോലെ കയ്യും കാലും ഒക്കെ കൂട്ടിക്കെട്ടിയിട്ട് വാപ്പ ആടിനറുത്ത കത്തി എടുത്തിട്ടാണ്ട് മുറിച്ചു കൗത്തില്. എന്നിട്ട് ഇങ്ങനെ ഉമ്മാനോട് വന്നിട്ട് പറഞ്ഞു, ഉമ്മ, വാപ്പ ആടിനറുത്തതുപോലെ ഞാൻ ഇക്കാക്കാൻ അറുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇമ്മാണ്ട് ബേജാറായി. ബേജാറ് കണ്ടപ്പോ ഓന് തോന്നി ഇന്റെ അടുത്ത് എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന്. അതുവരെ വിചാരിച്ച സംഗതി ഉഷാറായിരുന്നു. അറക്കുമ്പൊക്കെ സംഗതി വളരെ ഉഷാറാന്നാ വിചാരിച്ചത്. ഇമ്മാന്റെ ബേജാറ് കണ്ടപ്പോ മനസ്സിലായി എന്തോ ഒരു അബദ്ധം ഉണ്ടായിട്ടുണ്ട്. അതില് മൂപ്പർ എന്ത് ചെയ്തു വെച്ചാല് തട്ടിന്റെ മേലെന്ന് താഴത്തേക്ക് ചാടിയിട്ടാണ് മരിച്ചു. ഉമ്മ ഇങ്ങനെ ആലോചിച്ചു, എന്താ പഠിച്ചോനെ ഞാൻ കാട്ടുക, ആകെ 2 കുട്ടികളുള്ളത്, 2ആളും മരിച്ചു. അതുകൊണ്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് സൽക്കാരത്തിന് വരുന്ന സന്ദർഭത്തിൽ മക്കൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അതിനാൽ ഒരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ച് 2 മക്കളെയും ബെഡ്റൂമിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി മുകളിൽ പുതപ്പിട്ട് മൂടി. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വരികയാണ് വീട്ടിലേക്ക്. കൂടെ 1-2 സ്വഹാബികളുണ്ട്. വീട്ടിൽ വന്നു കയറിയിരുന്നു. സുപ്ര വിരിച്ചു ഭക്ഷണം കൊണ്ടുവന്നു വെച്ചപ്പോ
പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ജാബിറെ കുട്ടികൾ എവിടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹു ആലോചിക്കുന്നത്, സംഗതി ഇപ്പൊ കുട്ടികൾ എവിടെയെന്ന്. അടുക്കളയിൽ പോയിട്ട് ഭാര്യനോട് ചോദിച്ചു, അല്ല പമ്പറന്നോളെ കുട്ടികൾ എവിടെയെന്ന് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, ഓല അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞു. ഉദ്ദേശിച്ചത് ഔട്ട് റൂമിൽ എന്നാണ്. ജാബിർ റളിയല്ലാഹു അൻഹു അപ്പുറത്ത് എന്ന് പറയുമ്പോ പുറത്ത് കളിക്കാലം എന്നാണ് കരുതിയത്. അങ്ങനെ കരുതാൻ വേണ്ടിട്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞതും. ജാബിർ റളിയല്ലാഹു അൻഹു നബിനോട് വന്നിട്ട് പറഞ്ഞു, നബിയെ കുട്ടികൾ പുറത്ത് കളിക്കുകയാണ് എന്ന് പറഞ്ഞു. സുപ്ര വിരിച്ചിട്ടുണ്ട്, ഭക്ഷണം വെച്ചിട്ടുണ്ട്, നബി തങ്ങൾ കഴിക്കണില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ സമയം കഴിഞ്ഞ് നബി കഴിച്ചില്ലെങ്കിൽ സഹാബത്തും കഴിക്കൂല. അങ്ങനെയാണ് അവർ ഭക്ഷണത്തിൽ വലിയ മര്യാദ പാലിച്ചിരുന്നവരായിരുന്നു എന്നാണ് സഹാബത്ത്. നമ്മള് നബി കഴിക്കണില്ലെങ്കിൽ തുടങ്ങല്ലേ എന്ന് ചോദിക്കും, സഹാബത്ത് അങ്ങനെ ചോദിക്കൂല. അങ്ങനെയാണ്. നമുക്ക് ഇരുന്നാ പിന്നെ ഒരു സുഖം കിട്ടില്ല. അപ്പൊ നല്ല അച്ചടക്കത്തിലുള്ള സദസ്സ്, നല്ല അച്ചടക്കാണ്. എല്ലോ മര്യാദയും പോകുന്നതാണ് മനുഷ്യന്റെ തിന്നാൻ കണ്ടാല്. മര്യാദ ഏറ്റവും കൂടുതലുള്ളത് ഭക്ഷണം കഴിക്കാനാണ്. എല്ലാ മര്യാദയും പോവുക ഭക്ഷണം കണ്ടാലാണ്. ഇപ്പൊ നമ്മളെല്ലാവരും ഇങ്ങനെ നല്ല ഒതുങ്ങി അടങ്ങി, ചെറിയ കുറഞ്ഞ ആൾക്കാർ മൊബൈലിൽ കളിക്കുന്നുണ്ടെങ്കിലും ബാക്കിയൊക്കെ ഇങ്ങനെ ഉഷാറിലിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ 6 ബിസ്ക്കറ്റിന്റെ ഓരോ പൊട്ടിപ്പണി വിതരണം ചെയ്താൽ എല്ലാം മര്യാദയാണ് പോകും. തിന്നാൻ കണ്ട അങ്ങനെയൊക്കെ നമ്മള്. പക്ഷെ സഹാബത്ത് അടങ്ങിയിരുന്നു, ഒരു കഴിച്ചില്ല, തൊട്ടതുമില്ല, തുടങ്ങല്ലേ എന്ന് ചോദിച്ചതുമില്ല, അങ്ങനെ ഇരുന്നു. കുറെ സമയം കഴിഞ്ഞപ്പോ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ചോദിച്ചു, ജാബിറെ കുട്ടികൾ എവിടെ എന്ന് ചോദിച്ചു. സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു അടുക്കളയിൽ പോയി ഭാര്യയോട് ചോദിച്ചു, സഹധർമ്മിണി നമ്മുടെ മക്കളെവിടെ എന്ന് ചോദിച്ചപ്പോ പഴയ മറുപടി തന്നെ പറഞ്ഞു, അവർ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു നബിയോട് വന്നിട്ട് പറഞ്ഞു, പുന്നാര നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾ പുറത്ത് കളിക്കാണ് എന്ന് പറഞ്ഞു. നബി തങ്ങൾ ഭക്ഷണം കഴിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഭക്ഷണം കുട്ടികളൊപ്പം അല്ലാതെ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കഴിക്കാത്തതിന്റെ കാരണം. പക്ഷെ ആർക്കും അറിയില്ല എന്താ കഴിക്കാത്തത് എന്ന്. നബി തങ്ങൾ അതാ കഴിക്കാത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറെ സമയം കഴിഞ്ഞ് മൂന്നാമതും ചോദിച്ചു, ജാബിറെ മക്കളെവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു അടുക്കളയിൽ ചെന്ന് ഭാര്യയോട് ചോദിച്ചു, നബി തങ്ങൾ 3 തവണയായി ചോദിക്കുന്നു മക്കളെവിടെയെന്ന്. നമ്മളെ കുട്ടികൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോ ഇഞ്ഞ് ശരി പറയാതെ നിർവാഹമില്ല എന്ന് മനസ്സിലാക്കിയ ഭാര്യ ഉണ്ടായ വിഷയം അതുപോലെയാണ് പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് 2 കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുക്കി ജാബിർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ഹദറത്തിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കള് 2 പേരും മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, ജാബിറെ ഞാൻ വരുന്ന വഴിയിൽ വെച്ച് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിരുന്നു. കുട്ടികളുടെ കൂടെയല്ലാതെ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മക്കൾ വരാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല എന്ന് പറയേണ്ട താമസം ബെഡ്റൂമിൽ പുതപ്പിന്റെ അടിയിൽ കിടന്നിരുന്ന 2 കുട്ടികൾ എഴുന്നേറ്റ് വരുന്നതാണ് ഒന്നാമത്തെ താരീഖ്. ബുർദ ബൈത്തിന്റെ ശറഹിലെ മുഹമ്മദ് അഖ്തർ റളാഖാനി താരീഖ് പറഞ്ഞിട്ടുണ്ട്. ശറഫുറ്റ ജാബിർ റളിയല്ലാഹു ചെന്ന് പരിശുദ്ധ ത്വാഹ റസൂലിങ്കൽ സൽക്കാരം റൊട്ടിയും ആട്ട് മാംസവും ആയി വിശുദ്ധ ഹബീബിങ്കൽ. വിടൽ മൈദൂക്കാന്റെ പാട്ടാണ്. ബാക്കി കേൾക്കണമെങ്കിൽ യൂട്യൂബിൽ ഏതായാലും നമ്മൾ കളിക്കുമല്ലോ, അപ്പൊ വിടൽ മൈദൂ നടിച്ചാൽ ബാക്കി കിട്ടും. എന്തായാലും മൊബൈലുമ്പോൾ കളിക്കുമ്പോ നല്ല കളി കളിച്ചൂടെ നമുക്ക്. ഏതായാലും അതിന്റെ കൂട്ടത്തിലൊരു കാര്യം പറയാം, 2 വരി മധുഹുൻ നബി എല്ലാവരും പഠിച്ചു വെക്കണം. വെറുതെ ഈ ആണുങ്ങൾ വയന്നാൽ പാട്ട് പാടുന്നതാണ്. അപ്പൊ നല്ല പാട്ട് പഠിച്ചില്ലെങ്കിൽ ആകാത്ത പാടും. അപ്പൊ അത് പാടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല വരി 2 വരി എല്ലാവരും പഠിക്കണത് നല്ലതാണ്. ഇപ്പൊ 2 വരി വേണമെങ്കിൽ ഇപ്പാണ് പഠിക്കുക. എന്തായാലും കുട്ടികൾക്കുള്ള ക്ലാസ് അതിനനുസരിച്ചുള്ള ചില പരിപാടിയൊക്കെ ഉണ്ടായില്ലെങ്കിൽ സംഗതി പ്രശ്നമാവുകയും ചെയ്യും. 2 വരി ആദ്യം ഞാൻ പാട്ട് പറയാം, പിന്നെ നമുക്ക് പാടാം, ഒന്നിച്ച് പാടാം. ആദ്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. മണ്ണിലെ നല്ലൊരു നാട്ടിലെ, ഒന്നാമത്തെ വരി, മണ്ണിലെ നല്ലൊരു നാട്ടിലെ.
മട്ടത്തിൽ കെട്ടിയ വീട്ടില്, അതാണ് രണ്ടാമത്തെ വരി. മന്നാന്റെ ദൂതർ മുഹമ്മദ്, അതാണ് മൂന്നാമത്തെ വരി. മാണിക്കക്കല്ലായി പിറന്നത് എന്നാണ് നാലാമത്തെ വരി. ഇനി പാടട്ടോ, ഒന്നുകൂടി പറഞ്ഞുതരാം.